സമാധാനത്തോടെ സന്തോഷത്തോടെ ആ കുടുംബത്തിന് അതിൽ താമസിക്കാനും അവർക്ക് തുടർന്ന് അങ്ങോട്ട് വളരെ സന്തോഷകരമായ അഭിമാനത്തോടു കൂടി സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ മറ്റൊന്നും രാഷ്ട്രീയമോ മതമോ അതല്ലെങ്കിൽ പ്രാദേശികമോ ഒന്നും ആയ മറ്റൊരു സംഗതികളും അവിടെ അതിനൊന്നും കാരണമായിട്ടില്ല, ഒന്നും അവിടെ ബാധിച്ചിട്ടുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല. എനിക്ക് വേറെ ചില കാര്യങ്ങളിലേക്കാണ് കിടക്കാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി എന്നുള്ള നിലക്കും ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കുമാണ് ഇന്ന് ഞാനിവിടെ പങ്കെടുത്ത് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്നം തരുന്ന ഒരു വിഭാഗമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഭൂരിഭാഗം. കാരണം ഞങ്ങളുടെ പ്രധാന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ തടി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് ഒരുപാട് ബാധ്യതകളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ചെറിയ തരത്തിലുള്ള കച്ചവടങ്ങളും വലിയ കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട്. എല്ലാവിധ കഷ്ടപ്പാടുകളും അവഗണിച്ചുകൊണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും ചുമലിലേറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് തടി പല മേഖലകളിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗമാണ് നിങ്ങൾ ഞങ്ങൾക്ക് അന്നം തരുന്നു എന്ന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ തന്നെ എക്കണോമിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഭാഗമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ലാഭകരമായ രീതിയിൽ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെയധികം പ്രതിസന്ധി ഉണ്ട്. നമ്മുടെ വ്യവസായം പ്രതിസന്ധികൾ എപ്പോഴും നേരിടേണ്ട. അത് ഈ ഒരു വ്യവസായം എന്നല്ല, അത് ഇന്ന തടി വ്യവസായം അല്ലെങ്കിൽ പ്ലൈവുഡ് വ്യവസായം അല്ലെങ്കിൽ മര വ്യവസായം എന്നുള്ള എല്ലാ വ്യവസായത്തിനും സമയാസമയങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. അതിനെല്ലാം തരണം ചെയ്ത് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരുമ്പാവൂർ മേഖലയിൽ വളരെയധികം വളർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു വ്യവസായമാണ് പ്ലൈവുഡ് വ്യവസായം. ഇന്നത് പെരുമ്പാവൂർ മാത്രമല്ല, കേരളത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും പെരുമ്പാവൂർക്കാരാണ് എന്ന് മാത്രം ആ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് അവിടെ പെരുമ്പാവൂരിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതിന്റെ പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്. ശരിക്കും അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പെരുമ്പാവൂർ മേഖലയിൽ ഈ പ്ലൈവുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ ഇന്ത്യയിലും മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഈവൻ കേരളത്തിലെ തന്നെ കണ്ണൂർ പോലെയുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് പോലും സാധിക്കുന്നില്ല. പെരുമ്പാവൂരുള്ള വ്യവസായികളോടൊപ്പം കിടപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ തുടങ്ങുന്ന പ്ലൈവുഡ് വ്യവസായം ഒക്കെ തന്നെ ഏതാണ്ട് 90% പെരുമ്പാവൂർക്കാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ്. ഭൂരിഭാഗ പങ്കാളിത്തവും പെരുമ്പാവൂർക്കാരാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. അതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. കാരണം സ്വസ്ഥമായി സമാധാനപരമായി കണ്ണൂർ പോലുള്ള മേഖലകളിൽ വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന പ്ലൈവുഡുകാരൊക്കെ തന്നെ വിളിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആണ്. തടിക്കച്ചവടക്കാരായ നിങ്ങൾക്കത് പ്ലസ് പോയിന്റ് ആണ്. കാരണം തടി എന്ത് വിലക്കാണോ ഇന്ന് കിട്ടുന്നത് ആ വിലക്ക് മരം മേടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വിഭാഗമാണ് പെരുമ്പാവൂർക്കാർ. അത് കുറച്ച് കിട്ടിയാൽ കുറച്ച്, കൂട്ടി കിട്ടിയാൽ കൂട്ടി, അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല. അതുപോലെ അല്ല കണ്ണൂരൊന്നും ഉള്ളവർ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ അവർക്ക് മരം വില കുറച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നിരന്തരം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പെരുമ്പാവൂർക്കാരെ എപ്പോഴും എനിക്ക് പെരുമ്പാവൂരിന് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റൂല. എല്ലാവരും തന്നെ നമ്മുടെ അംഗങ്ങളാണ്. പക്ഷെ പെരുമ്പാവൂർക്കാരെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുകയും ഇന്ന് പെരുമ്പാവൂരെ സംബന്ധിച്ചിടത്തോളം വ്യവസായത്തിലെ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ വ്യവസായം നിർത്തിവെച്ച് നിങ്ങളെല്ലാം അറിയിച്ചിരുന്നു. ഒരാഴ്ച മുമ്പേ തന്നെ അറിയിച്ചിരുന്നു. ഒരാഴ്ച സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടത് പ്രതിസന്ധി കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഇവിടെ വെച്ച് റസാക്ക ചോദിച്ചു എങ്ങനെ അതിന്റെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തോ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രതിസന്ധി മാറിയിട്ടുണ്ട്, നമുക്കിനി അങ്ങോട്ടൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ പശയുടെ പ്രധാന റോ മെറ്റീരിയൽ ആയിരുന്ന യൂറിയക്ക് ഭയങ്കരമായിട്ട് വില കൂടി. ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, യൂറിയ ഒഴിവാക്കിക്കൊണ്ടുള്ള. അത് കർഷകർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം യൂറിയ ഇപ്പോൾ ഒരുപാട് വ്യവസായത്തിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ആവശ്യം വരില്ല. യൂറിയക്ക് പകരം വേറൊരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അപ്പൊ ആ രീതിയിൽ പുതിയൊരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ പ്ലൈവുഡിന് പ്രൈസ് കൂട്ടാനും കൂടെ വേണ്ടിയാണ് ഒരാഴ്ച നമ്മൾ സമരം ചെയ്ത് പ്ലൈവുഡിന് പ്രൈസ് കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയുമല്ല, പ്ലൈവുഡിന്റെ റിക്വയർമെന്റും ഇപ്പൊ കൂടിയിട്ടുണ്ട് ഒരാഴ്ച നിർത്തിയത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ആശാവഹമായ ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കിട്ടിയ സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസിനെ കുറിച്ചും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ KSTMA സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ അടുത്ത ഒരു സൗഹൃദം എനിക്ക് ഈ സംഘടനയുമായിട്ടുണ്ട്. ഇതിന്റെ രൂപീകരണ കാലം മുതൽ നാസർക്ക, മുനീർ സാഹിബ്, അതുപോലെ ആന്റണി ചേട്ടൻ, ടോണി ചേട്ടൻ, ഇവരൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വക്കച്ചൻ ചേട്ടൻ, എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിപാടിക്ക് ഞാൻ ഇവിടെ എത്തിയതും. ഇന്ന് ഞങ്ങളുടെ ISIയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ മിനിസ്റ്റർക്കാണ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയതായിരുന്നു. അത് ഞാൻ ഇന്നുള്ളത് മാറ്റിവെച്ചത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഏതായാലും അത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അത് വലിയൊരു നഷ്ടമായനെ. കാരണം ഇതൊരു അനുഗ്രഹീത സദസ്സാണ്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു അനുഗ്രഹീത സദസ്സാണ്. വളരെ അപൂർവം, കേരളത്തിലെ മാത്രം, ഇപ്പൊ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തില് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സദസ്സാണ് ഇത്. കേരളത്തിലെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒത്തുകൂടി എല്ലാവരും ഒരുമിച്ച്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, എല്ലാ മതത്തിലും, എല്ലാ മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർ, തൊഴിലാളികൾ, കച്ചവടക്കാർ, മറ്റ് ട്രേഡേഴ്സ്, അങ്ങനെ എല്ലാ